വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചതും ജനത്തിൻ്റെ കണക്കെടുത്ത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു എന്നും നാം 2 സാമുവേൽ 24-ാം അധ്യായത്തിൽ വായിച്ചു. ഈ സംഭവമാണ് 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൽ വിശദമായി വിവരിക്കുന്നത്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തുപോയി. അവിടുത്തെ ദാസന്റെ അകൃത്യം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുളി ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. അത് ഞാൻ നിന്നോട് ചെയ്യും. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം, അതുമല്ലെങ്കിൽ 3 ദിവസത്തെ മഹാമാരി. ഇതിൽ ദാവീദ് മഹാമാരി സ്വീകരിച്ചു. കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു. 70,000 ഇസ്രായേലർ മരിച്ചു വീണു. കർത്താവിൻ്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാളൂരി പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നത് കണ്ട ദാവീദും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണ് തൻ്റെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദാവീദ് കർത്താവിന് ബലിപീഠം പണിത് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആകാശത്തിൽ നിന്ന് ദഹന ബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവന് ഉത്തരമരുളി. കർത്താവിനുള്ള ദേവാലയ നിർമ്മാണത്തിലുള്ള ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തൻ്റെ മരണത്തിന് മുമ്പ് ശേഖരിച്ചു വെച്ചു. ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങൾ നടത്തി നീ എൻ്റെ മുമ്പിൽ ഇത്രയേറെ രക്തമൊഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല. നിനക്കൊരു പുത്രൻ ജനിക്കും. അവൻ്റെ ഭരണം സമാധാനപൂർണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും. അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും. അവൻ എൻ്റെ നാമത്തിൽ ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാക്കും. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ നിങ്ങളെ ജ്വലിപ്പിക്കണമേ.